സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇപ്പോൾ ഗെയിമർ. നിങ്ങൾ കണ്ടിരിക്കുന്ന പുതിയ വീഡിയോ ആണ്. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ സർവൈവൽ സീരീസ് പാർട്ട് 25 ആയിട്ടാണ്. ആൻഡ് ഇന്ന് ഞാൻ ഇച്ചിരി വ്യത്യസ്തമായ പരിപാടി സെറ്റ് ചെയ്യാൻ പോവാണ്. അതായത് അത് പറയുന്നതിന് മുമ്പ് വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ആൻഡ് ട്രസ്റ്റ് മീ, ഇത് ആരും ഇതുവരെ ചെയ്ത് കാണത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം കണ്ടത്. എനിക്ക് അറിഞ്ഞൂടെ. ഓക്കെ, സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു റാൻഡം സ്ഥലത്ത് പോയിട്ട്, അതായത് നമ്മളിപ്പോൾ സർവൈവൽ വേൾഡിലാണ്. സോ ഈ സർവൈവൽ വേൾഡിൽ റാൻഡം സ്ഥലത്ത് പോയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നേരെ താഴത്തോട്ട് പോകുന്നു. ആൻഡ് നമ്മുടെ ലക്ക് ഉണ്ടെങ്കിൽ, ലൈക്ക് നമുക്കിപ്പോൾ ലക്ക് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് സാധനങ്ങൾ ചിലപ്പോൾ കിട്ടും. ഐ മീൻ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ ഗതികേട് കൊണ്ട് നമ്മൾ ചിലപ്പോൾ ലാഭം വീണ് മരിക്കും. എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം എന്താ സ്ഥലം ഇതുവരെ ഞാൻ നോക്കി വെച്ചിട്ടില്ല. കാരണം നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എന്തായാലും ഈ ഒരു ഏരിയ തന്നെ ഉണ്ടാകുള്ളൂ, നമ്മുടെ ഒരു ബേസ് ഏരിയ. കാരണം ഇൻ കേസ് നമ്മൾ ചത്തുപോയാൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ ഈ ഒരു സൈഡിൽ തന്നെ ആണെങ്കിൽ നേരം കൂടെ ചാടിയാൽ മതിയല്ലോ. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ കൈ ഒന്ന് ക്ലിയർ ചെയ്യണം. ഞാൻ സകല ഡയമണ്ടും കൊണ്ടുപോവാണ്. മറ്റേ റോക്കി ബൈ പോലെ ഉള്ള എല്ലാ ഡയമണ്ടും കൊണ്ട് മരണത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെടുത്ത സാധനങ്ങളൊക്കെ നമുക്ക് എടുത്തുകൊണ്ട് പോകാം. ഇതിനകത്ത് എന്താ, യെസ്, ഡയമണ്ട് ലെഗിൻസ്, സോഡ്, ബാക്കി ഡയമണ്ട്. ഓക്കെ, ആൻഡ് ഈ ഒരു 39 എണ്ണത്തിനകത്ത് നമുക്ക് കുറച്ച് ക്രാഫ്റ്റ് എടുക്കാം. ജസ്റ്റ് ഹെൽമെറ്റ്, പാൻ്റ് ഉണ്ടല്ലോ, ബൂട്ട്. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഓ, നമ്മുടെ ആക്ച്വലി കൊണ്ടില്ല. നമുക്ക് ആർമർ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ നോക്കാം. അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, എനിക്ക് അറിഞ്ഞൂടാ. ആർമർ സ്റ്റാൻഡ് ഉണ്ടോ ഇപ്പോഴും? കാണുന്നില്ല കേട്ടോ, ഇല്ല. ഓക്കെ, സോ നമുക്ക് തൽക്കാലം ഇതൊക്കെ നമ്മളെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. പോട്ടെ തോടെടുത്ത് വെച്ചേക്കാം. ഓക്കെ, നേരെ ഷവൽ എടുക്കട്ടെ. നമ്മുടെ ഷവൽ ആവശ്യമുണ്ട് നമുക്ക്. അയ്യോ, ഓക്കെ, ഷവല് അകത്താണ്, ഉള്ളിലുള്ള ഷവലൊന്നുമില്ല. സോ ഒക്കെ നമ്മുടെ പരിപാടിയിലേക്ക് പോവാം. ആൻഡ് നമുക്കിനിപ്പോൾ സ്ഥലം തപ്പട്ടങ്ങായിരുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ എടുക്കാം. ഇവിടെ നമ്മൾ, എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇവിടെ നിന്ന് പിന്നെ പൊക്കിക്കെട്ടാനാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇച്ചിരി കൂടെ താഴ്ന്ന സ്ഥലത്ത് നിൽക്കാം, അതാണ് കുറച്ചുകൂടെ ബെറ്റർ. രണ്ട് ഷവറും കഴിക്കട്ടെ. ഇവിടെ നിന്ന് അങ്ങോട്ട് എടുത്ത് തുടങ്ങാം. ഇവിടെ വേണ്ട, എടുക്കാം. എനിക്ക് ഒരു പേടിയുണ്ട് തിരിച്ചുള്ള. ഓ, ടോർച്ച് പോകുന്നത്. നമുക്ക് അവിടെ നിന്ന് എനിക്കൊരു പേടിയുണ്ട്, എനിക്ക് അറിഞ്ഞില്ല. അവിടെ നോക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ നമ്മൾ പെടും. ഓക്കെ, ഞാൻ വേറൊന്നും കൈ കരുന്നില്ല. ഒരു ടോർച്ചും വേറെ ഡയമണ്ടും മാത്രമേ ഉള്ളൂ. നല്ല പേടിയുണ്ട്, എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ മെയിൻ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രെയിറ്റ് ഡിഗ്രിയാണ്. ആൻഡ് ഇത് ഒബ്വിയസ്ലി മൈൻക്രാഫ്റ്റിൻ്റെ റൂളിനെതിരെയാണ്. കാരണം മേ ബി നമ്മളിങ്ങനെ താഴത്തേക്ക് പോകുന്ന ലാവ വീഴാനും മരിക്കാനും ചാൻസുണ്ട്. സോ അത് റിട്ടിന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇറ്റ്സ് അവർ ഓൺ വേൾഡ്, നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ നേരെ താഴത്തേക്ക് പൊട്ടെ. എനിക്ക് നല്ലോണം എൻ്റെ നെഞ്ചൊക്കെ ഇടിക്കുന്നു. എന്താകും തമ്മിലും അറിയാം. സോ ആക്ച്വലി നിങ്ങൾ ഇച്ചിരി സൗണ്ട് കൂടുതലാണ് കേട്ടെന്നാണ് തോന്നുന്നത്. കാരണം നേരത്തെ ഒരു സാധനം ഓണായിരുന്നു, വേറെന്നാണ്. അതെന്ന് വെച്ചാൽ ഞാൻ വാലോറിന് കളിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന സാധനമാണ്. ഓ, എന്തത് അയൺ. ഓ, ഇവിടെ എന്തോ ഇത് വേറെ കേവാട്ടാ. ഇല്ല, എന്തായാലും ഞാൻ കേവിലേക്ക് പോകുന്നില്ല, എനിക്ക് പേടിയാ. ഇനിയിപ്പം ഇതിനകത്ത് ചാവാൻ വയ്യ. അയണൊക്കെ എടുക്കാം. ഇതല്ലേ വന്ന വഴി. ഡൗൺ. പോട്ടെ. എന്തത് ടഫ് ബ്രിക്സ്. അയ്യേ, നമ്മൾ വന്നിട്ടുള്ള ആളാണ്. എന്താ സ്ഥലം? ഇതേ സ്ഥലം കോപ്പറല്ലേ ഇത്? ഇതെന്ത് കോപ്പറല്ലേ ഇത്? വാക്സ് ബ്ലോക്ക് ഓഫ് കോപ്പർ. ഇതേത് സ്ഥലം കാണിച്ചില്ല? മൈൻക്രാഫ്റ്റ് ട്രയൽ എഡിഷൻ. എനിക്ക് അറിഞ്ഞൂടെ സ്ഥലം, എനിക്ക് അറിഞ്ഞൂടെ. ഓക്കെ, ട്രയൽ സ്പോണർ ക്രാക്ക്.
അന്നത് വെട്ടല്ലോ വരണ്ടായിരുന്നല്ലോ. അയ്യോ എന്ത് ഭ്രാന്താണോ ഞാൻ കാണിച്ചത്. ഇതുകൊണ്ട് നീ വേറെ വഴിയൊക്കെ ഇവിടെ എന്റെ ടോർച്ചിലൊന്നും ഇരുന്ന് ആരും എന്താ തടി മാത്രം ഇവിടെ. എന്നാ പിന്നെ നല്ല വിലം വെച്ചോടി മാറുന്നത്. കൊള്ളാം കേട്ടോ. വന്ന വഴി അറിയത്തില്ല വരും. അപ്പോൾ ഇത് ബാക്ക് നമുക്ക് പൊട്ടിയെടുക്കാമല്ലോ. വെള്ള എനിക്കറിഞ്ഞോ എന്താന്ന്. എനിക്ക് ആവാൻ പറഞ്ഞ കാര്യ കണ്ട അടി. ആഹാ എവിടൊക്കെ വരുന്നടാ. അയ്യോ അയ്യോ ഭയങ്കര പറഞ്ഞില്ല. എനിക്ക് വേണ്ട. അവിടെ എന്നെ പിക്കാക്സ് ആക്ഷൻ ഇല്ലായിരുന്നു. ഞാൻ താന്നു ഉണ്ടാക്കണ്ടെന്ന് ആക്ഷൻ കറങ്ങി എന്നെ ചുറ്റി. അയ്യോ മോളി കയറാൻ മറന്നു വെച്ചിട്ടില്ല. എല്ലാ എടാ എല്ലാം നോക്ക. അയ്യോ എന്റെ എന്നാ പോളെ. അയ്യോ ദൈവമേ. ഒരു മിനിറ്റ് സെറ്റാ. ഇനി അത്ര അടി കിട്ടില്ല. വരട്ടെ 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 വരട്ടെ. ആരൊക്കെ വന്നാലും ഞാൻ ചെയ്യും. ഇതെന്തോ വലിയ പണിയാട്ടാ. എനിക്ക് ഉറപ്പാണ് എന്തോ വലിയ പണി. ഈ നന്നായി ഉരുപ്പ് ഉരുപ്പല്ല അത് മറ്റേ. ഓക്കെ ഇവിടാണ് അവന്മാരൊക്കെ ഉള്ളത്. ആൻഡ് സ്പോൺ അടയ്ക്കണമെങ്കിൽ എന്നിട്ട് നമ്മുടെ സാധനം വേണം. അതൊരു ഗോൾഡൊക്കെ ഇട്ടുണ്ട്. സ്പൈഡർ എടാ ആഹാ അത് കൊള്ളാമല്ല പരിപാടി. നീ അങ്ങോട്ട് പോകത്തില്ല. അതേ വരുന്നുണ്ട് പറയാ. എടാ ഞാൻ എന്ത് കണ്ടാണ് ഞാൻ ഈ ചാടിയത്. വേറെ വഴി ഇതുണ്ടൊക്കെ. ചേട്ടാ ഇത് അവസാനം വെള്ളയാട്ടോ. എടുക്കാൻ വരുന്നുണ്ടോ? ആക്ച്വലി ഇത് കുറെ ഉണ്ട് കേട്ടോ. സ്പോൺ അടുത്തുള്ളായിരുന്നേ. ഓ താഴെ ചാന്നടാ. അങ്ങനെയാണെങ്കിൽ താഴെ ലാവാ. ആക്ച്വലി പെട്ടെന്ന് ചാവുന്നുണ്ട്. അവിടെ വന്നാൽ മാത്രം അമ്മക്ക് ഇത് കാണിക്കും. കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഇത് അടച്ചാണ് എനിക്ക് പോകാൻ പറ്റുന്നത്. എടാ എന്ത് കണ്ടാണ് ഞാൻ ചാടിയത്. ഒന്നെങ്കിൽ ചാവണം അല്ലെങ്കിൽ രക്ഷപ്പെടണം. ഇതെന്താ സ്ഥലമൊന്നും പോലും എനിക്ക്. ഞാൻ എന്റെ ജീവിതത്തിൽ സ്ഥലത്ത് വന്നിട്ടും ഇല്ല, കളിച്ചിട്ടും ഇല്ല സ്ഥലത്ത്. ഇനി എവിടെ 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 ഇനി നമുക്ക് മുകളിൽ ഇരിക്കുന്ന അമ്മരെ നടിച്ചു തരാം. കാര്യമില്ല. അമ്മമാരൊന്നും ഫോണേ വരത്തില്ല. ഈ ഇതിനകത്തൊക്കെ വല്ല ഉണ്ടാവും. വാക്സോ ഓക്കെ. എന്താ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ലാവാ. ഞാൻ നേരം അമ്മമാരൊക്കെ നടിക്കട്ടെ. എന്നിട്ട് താഴത്ത് ഇരിക്കട്ടെ അമ്മമാരൊക്കെ. ഇവിടെ കുറെ എണ്ണം ഇപ്പോൾ ഇത് രണ്ടും ഉണ്ടായിരുന്നു. ഇവിടെ ഇല്ലെന്നാണൊരു വിശ്വാസം. ഓക്കെ ഒരു
ഇതെന്തൊരു സ്റ്റോൺ ആക്സ്? ഈ പൊട്ടിച്ച സ്റ്റോൺ ആക്സ് ഒക്കെ നമുക്കെന്തിനാ? ഓക്കെ, ഞാൻ താഴത്തോട്ട് വീണ്ടും വഴി ഞാൻ കാണുന്നു. എൻ്റെ താഴത്തോട്ട് വഴിയല്ല. ഓക്കെ, വഴിയുണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങോട്ട് കാണാം. ഓക്കെ, ഓ താഴത്തിന് വഴിയാണ്ടോ? ഞാൻ താഴത്തോട്ട് ഞാൻ ചാവും. ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാനുള്ള അടിയില്ല. സെയിം സാധനങ്ങൾ. എന്തൊക്കെയൊക്കെ ഇവിടെ ഇരിക്കുന്നത്? നേരെ ഇരിപ്പുണ്ട്. ഇതെന്താണ് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ നേരെ വയ്ക്കുന്നുണ്ട്. ട്രയൽ സ്പോണർ എന്നാണ് പേര്. ആക്ച്വലി എന്താ സംഭവം എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ എന്തൊക്കെ വേറെ സാധനമുണ്ട് കേട്ടോ. എനിക്ക് വേറെ അയ്യോ സീരിയസ് ഞാൻ നിർത്തി. ഞാൻ ഇറങ്ങുക. ഇതൊക്കെ എന്തോ സാധനങ്ങള്, ബ്രീസൊക്കെ എന്തോ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇവിടെ നടന്നു. എനിക്ക് പറ്റുന്നില്ല, സത്യം പറ്റുന്നില്ല. കൊണ്ടോറങ്ങാൻ വേണ്ടി സീരിയസ് ആയിട്ട് ഇവിടെ എന്തൊക്കെയായിരുന്നു അത്? ഞാൻ മുകളിലോട്ട് കയറി. എനിക്ക് പറ്റത്തില്ല. സീരിയസ് ആയിട്ട് ഇങ്ങനത്തെയൊക്കെ സ്ഥലം കണ്ട ഓടിപ്പോയി കയറരുത്. സത്യം പറയാം, ഞാൻ ജീവിതം വെറുത്തു. എൻ്റെ അന്തര എന്തൊക്കെ സാധനങ്ങൾ വന്ന ബ്രീസ്. എടാ ഇത് കേവിലാടാ. നന്നായി ചാവുന്ന മേ ബി ഞാൻ വന്ന ചെയ്യുവാണല്ലോ. പക്ഷെ ഇവിടെ ഞാൻ ഓക്കെ അങ്ങനെയാണല്ലേ. ഇവിടെ എവിടെ ഞാൻ കയറുന്നത്? എവിടെ നിന്ന് കയറുന്നത്? ഇവിടെ നിന്ന് കൊണ്ടല്ലേ കയറുന്നത്? ഓ ഇവിടുന്ന്. ഓക്കെ, ഒന്ന് മാർക്ക് ചെയ്തിട്ടില്ല. എന്നെങ്ങാനും അങ്ങ് പോണ്ടി വന്നാൽ മതി. ഓക്കെ, എന്നാൽ വീട്ടിലേക്ക് പോകണം വഴി എനിക്ക് കിട്ടി. സോ ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്ത് കണ്ടിട്ടാണെന്നോ എനിക്ക് ഒരു ഉറപ്പില്ലാത്തൊരു വഴി കൂടെ ഒക്കെ എങ്ങനെയോ പോയത്. നമുക്ക് ആക്ച്വലി നമുക്ക് ഈ സാധനം വേണം, ലാപ്പിസ് വേണം. ആൻഡ് ഇന്നത്തെ വീഡിയോ തൽക്കാലം ഇത്രേ ഉള്ളൂ. എനിക്ക് 2 ദിവസമായിട്ട് എനിക്ക് വീഡിയോസിനകത്ത് നിങ്ങൾക്കൊന്നും കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് ഈ ഒരു സാധനം ചെയ്തത്. പക്ഷെ ഇത്ര ഉണ്ടാവുന്ന ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ എന്തായാലും തിരിച്ചെന്തായാലും നമ്മുടെ ബേസിലോട്ട് പോട്ടെ. വരുന്നത് തിരിച്ചു വരണം കേട്ടോ. ഇവിടെ ഞങ്ങളുടെ വഴിയിൽ ഞാൻ മറന്നുപോയി. നമ്മൾ കുറേ കാലമായിട്ട് ഈ സൈഡിലൊക്കെ വന്നിട്ട് വെള്ളത്തിലുള്ള ബക്കറ്റ് എന്തായാലും അവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചേക്കാം. കാരണം ഭാവിയിൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ പോയി ചാവണ്ട. വെള്ളത്തിന് വരുന്നുണ്ട് കേട്ടോ. ഇത് എവിടെയായിരുന്നു? ഇവിടെ എന്തായിരുന്നു? ഈ ഒരു ഏരിയയിലും കണ്ടല്ലായിരുന്നോ? അതവിടെ ഓക്കെ, ഇങ്ങനെ കിടക്കട്ടെ. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തുക. ഞാൻ സത്യം പറയാലോ, ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, എനിക്ക് ഇതിനകത്ത് കുറിച്ച് യാതൊരു അറിവും ഇല്ലായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു ഗതിയിലേക്ക് ഇത് പോകുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇതുപോലത്തെ ഇങ്ങനത്തെ ഒരു സ്ഥലം ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ കാണുന്നത്. എനിവേ, ഇനിയിപ്പോൾ പറഞ്ഞത് കാര്യമൊന്നുമില്ല. ഇത്ര സാധനമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്തോ ഭാഗത്തിന് തലനാരിലേക്ക് രക്ഷപ്പെട്ടു എന്ന് പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇത് ഗെയിം സൈൻ ഔട്ട്. പീസ് ആറ്റ് അവർ ബെസ്റ്റ് യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.